ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. ഈ മാസം 16-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. മൊബൈൽ ഫോൺ ഹാജരാക്കാനും നിർദ്ദേശം. പാസ്പോർട്ട് കെട്ടിവയ്ക്കാനും ഹൈക്കോടതി നിർദ്ദേശത്തിൽ പറയുന്നു. 3 കേസിലും ഇതോടെ രാഹുലിന് ജാമ്യമായി. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് കർശനോപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഈ മാസം 16-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം. മൊബൈൽ ഫോൺ ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വിടാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ആൾ ജാമ്യ വ്യവസ്ഥ, 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം. രാഹുൽ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം. സാക്ഷികളെയോ പരാതിക്കാരിയെയോ സ്വാധീനിക്കരുത്. കേരളം വിട്ടു പുറത്തു പോകരുത് തുടങ്ങിയവയാണ് ഹൈക്കോടതിയുടെ കർശന വ്യവസ്ഥകൾ. തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യലുണ്ടാകും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 വരെയാണ് ചോദ്യം ചെയ്യൽ. അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുമ്പോൾ എല്ലാ 2-ാം ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുലിനെതിരെ ആദ്യത്തെ കേസെടുത്തത്. മുഖ്യമന്ത്രിക്ക് യുവതി നൽകിയ പരാതി പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ബലം പ്രയോഗിച്ചതും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുമടക്കം പ്രഥമ വിവരമൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവകരമാണെന്ന് ഹൈക്കോടതി വാക്കാൽ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ചോദിച്ചിരുന്നു. അവിവാഹിതനായതിനാൽ ധാർമ്മികമായും തെറ്റില്ലെന്നും വാദത്തിനിടെ കോടതി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ MLA ആണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ പ്രോസിക്യൂഷൻ വാദങ്ങളൊക്കെ ഹൈക്കോടതി അപ്പാടെ തള്ളി. പരാതിക്കാരിയും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ തുറന്നെതിർത്തിരുന്നു. ജനം, കൊച്ചി.